ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടാട്ടോ, അടുത്ത് തന്നെ താഴെ തന്നെ ഉള്ള വീടാണ്, അല്ല തോടാണ്. അപ്പോൾ ഇന്നലെ നല്ല മഴയല്ലായിരുന്നോ? ഇന്നലെ അല്ല, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇന്നലത്തെ മഴയിൽ ഭയങ്കരമായിട്ട് വെള്ളം വന്നായിരുന്നു കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നൊരു മരുന്ന് കഞ്ഞിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മരുന്ന് പറിക്കാൻ പോയൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു, കുടയൊക്കെ ചൂടി പോയതാണ്. അപ്പോൾ മരുന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നു, അത് പറിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ മരുന്ന് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, കീഴാർനെല്ലി, നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ കുടിക്കുന്നതാണ്, വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ്. ഇത് പൂവാങ്കുറുന്നില, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പൂവാങ്കുറുന്നില. ഇതാണ് മുക്കുറ്റി. പിന്നെ ഇത് നിലംബരണ്ട എന്ന് പറഞ്ഞ സാധനം കേട്ടോ, നിലംബരണ്ട. ഇത് മുത്തിളെന്ന് ഞങ്ങൾ പറയും, മറ്റേ എന്താണെന്ന് എനിക്കറിയത്തില്ല, മുത്തിളെന്നാണെന്ന്. ഇതൊരു മരുന്നാണ്. പിന്നെ ഇത് ഒരു കുറുന്തോട്ടി, വെള്ള കുറുന്തോട്ടി ഒന്നേ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റാർ, ഇതാത് നോക്ക്, ഇതാണ് മുയൽ ചെവിയൻ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാട്ടോ. ഇത് ഈ സാധനമൊന്നും എവിടെയും കിട്ടാനില്ലേ, ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്, എവിടെയും കാണാനില്ല. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്കൊരു തൈ കിട്ടിയപ്പോൾ ഞാൻ കുഴിച്ചിട്ട് വിത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇത് പറിച്ചതാട്ടോ. ഇത്രയാണ് ഞാനിന്ന് വെക്കുന്നത്. ഇനി കുറേ എണ്ണം പറിക്കാനുണ്ടോ, മഴ കാരണം ഒന്നും പറിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. നമ്മളെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള മുതിര ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ, കഴുകി വെള്ളത്തിലിട്ടതാണ്. പിന്നെ അത് ഊറ്റി കളയണ്ട. ഇതാ ഞാൻ ഒരു 1/2 ഗ്ലാസ് അരി, 2 മണി ജീരകം അതിലിട്ടിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടി ഒന്നിച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളെ മരുന്ന് കഞ്ഞി ഞാൻ മരുന്ന് ഒഴിച്ചു കിട്ടോ. ഞാൻ തേങ്ങാപ്പാൽ ഇതിനകത്ത് അങ്ങനെ തന്നെ മരുന്നും തേങ്ങയും കൂടി ഒന്നിച്ചരച്ചിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇറക്കാനായി. പിന്നെ ഇതിനകത്ത് ചിലവർ തേങ്ങാപ്പാലിലൊക്കെ വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കും, അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. പിന്നെ ഇതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി ഇടലുണ്ട്. ഞാൻ ഉലുവ ചോറ് വയ്ക്കുമ്പം ഉള്ളി ഇടലുണ്ട് കേട്ടോ. കഞ്ഞീൻ്റെ അകത്ത് ഇവിടെ വലിയ ഇഷ്ടമല്ല മക്കൾക്കൊന്നും ഉള്ളി, അങ്ങനെ ചുവയ്ക്കുമല്ലോ കഞ്ഞീൻ്റെ അകത്ത്. ചോറിൻ്റെ അകത്താകുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഇടുമ്പം അതിനകത്ത് അങ്ങ് പോയിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മളെ മരുന്ന് കഞ്ഞി റെഡിയായി. പറ്റുന്നവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് പുറത്തുനിന്ന് നമ്മളെ പറമ്പിലൊക്കെ നോക്കിയാൽ കിട്ടുന്ന സാധനങ്ങൾ, അതൊക്കെ നേരം വേണം കേട്ടോ, ഇതിനൊക്കെ സമയം വേണം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ കർക്കിടകം മൊത്തം എനിക്കൊരു ചെറുതായിട്ട് മരുന്നിൻ്റെയൊക്കെ ഉണ്ടാവുകയെ, ആരൊന്നും വിചാരിക്കരുത്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ വലിയ വീഡിയോയും വരും കേട്ടോ. അപ്പോൾ ഓക്കെ.